കുറച്ച് ദിവസം മുൻപുണ്ടായ ഒരു പെൺകുട്ടിയുടെ മരണം അരളിപ്പൂവിൽ നിന്നുമുള്ള വിഷാംശം കൊണ്ടാണ് ഉണ്ടായതെന്ന് ഒരു ന്യൂസ് വന്നിരുന്നു. ഈ ന്യൂസ് കേട്ടപ്പോൾ തൊട്ട് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളാണ്. കാരണം പണ്ട് കാലത്തൊക്കെ നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റങ്ങളിൽ ഈ കോളാമ്പി പൂവിനോട് സാമ്യമുള്ള ആയിട്ട് മഞ്ഞ നിറത്തിലുള്ള പൂക്കളായിട്ട് കായ്കളൊക്കെ പിടിക്കുന്ന ഒരു തരം ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ പറയുമായിരുന്നു അതിൻ്റെ കായ്കളിൽ വിഷം അടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ആ പൂവാണോ ഇപ്പോൾ ഈ ഉണ്ടായ മരണത്തിന് കാരണം എന്നൊക്കെ. ഇനി അതല്ല, നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന വെള്ള, മഞ്ഞ, പിങ്ക്, റോസ് തരത്തിലുള്ള പൂക്കളുമായിട്ട് കാണുന്ന അരളിയാണോ ഈ മരണത്തിനിടയാക്കിയെന്നൊരു സംശയം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ തരത്തിലുള്ള ഈ പിങ്ക് കളറിൽ അല്ലെങ്കിൽ വെള്ള കളറിൽ ഒക്കെ കാണപ്പെടുന്ന ഈ ചെടി തന്നെയാണ് ഇപ്പോൾ ഈ മരണം ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നത്. ഈ അരളിപ്പൂക്കളിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്നും അത് നമുക്ക് നേദ്യങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്നുമൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പഠനങ്ങളൊക്കെ നടന്ന് അതിൻ്റെയൊക്കെ റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ്. അന്ന് ചില ക്ഷേത്രങ്ങളിലൊക്കെ ഈ നേദ്യത്തിൽ നിന്നും ഈ അരളിപ്പൂവിനെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതലും ആരും ആ ഒരു കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ രീതിയിലേക്ക് ഇത് എത്തിപ്പെട്ടത്. നമുക്കറിയാം, ക്ഷേത്രാചാരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പണ്ട് കാലം തൊട്ടേ തുളസിയില അല്ലെങ്കിൽ നമുക്ക് തെച്ചിപ്പൂവ് അങ്ങനെയുള്ള പലതരത്തിലുള്ള പൂക്കളും ഇലകളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ അവയൊക്കെ നമുക്ക് ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഗുണങ്ങൾ നൽകുന്നവ അല്ലെങ്കിൽ അതൊക്കെ ഔഷധ ഗുണം അടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. നേദ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന തുളസി ആയിക്കോട്ടെ, അത് നമുക്ക് ചുമ, കഫക്കെട്ട്, അതുപോലെ മുറിവൊക്കെ ഉണങ്ങാനും ഒക്കെ ആയിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ തെച്ചിപ്പൂവിലും പലതരത്തിലുള്ള ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്കൊരു പരിഹാരമായിട്ട് തെച്ചിപ്പൂവിനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ പല അശോകപ്പൂ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ കൂവളമായിക്കോട്ടെ, ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഔഷധ ഗുണം അടങ്ങിയിട്ടുള്ളതായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് അരളിപ്പൂ കൂടുതലായിട്ട് കിട്ടാൻ തുടങ്ങിയപ്പോൾ, നേരത്തെയൊക്കെ കൂടുതലായിട്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആയിരുന്നു നമുക്ക് അരളി എത്തിയിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലും നമ്മുടെ പല വീടുകളിലും ഇതൊക്കെ വീടുകളിൽ മുറ്റത്ത് വെച്ച് പിടിപ്പിച്ച് വളർത്തിയെടുക്കുന്നുണ്ട്. അതുപോലെ കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇത് വളർത്തിയെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടത് പൂവിടുകയും നമുക്ക് വീട്ടിൽ ആവശ്യങ്ങൾക്ക്, ഇപ്പം വിളക്കിൻ്റെ മുമ്പിൽ വെക്കാനായിക്കോട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം മിക്കവാറും കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്തൊക്കെ നേരത്തെ മുല്ലപ്പൂവോ അല്ലെങ്കിൽ റോസാപ്പൂ ഒക്കെയാണ് വെച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇതുപോലുള്ള അരളിപ്പൂക്കളും ഒക്കെ കോർത്തിട്ടാണ് തലയിൽ മിക്ക പെൺകുട്ടികളും വെച്ച് കാണാറുള്ളത്. ഏകദേശം 3 മീറ്റർ വരെ പൊക്കത്തിൽ വളരുന്ന അരളിച്ചെടിയുടെ തൊലിക്ക് ചാരനിറമാണ്. രണ്ട് വശവും കൂർത്ത് നടുക്ക് വീതിയുള്ളതും കട്ടിയുള്ളതുമായിട്ടുള്ള കടും പച്ച നിറത്തിലുള്ള ദീർഘരൂപത്തിലുള്ള ഇലകളാണ് ഈ ചെടിക്കുള്ളത്. 5 ഇതളുള്ള പൂക്കളും അതുപോലെ തട്ടുകളായിട്ട് കാണപ്പെടുന്ന പൂക്കളും ഒക്കെ ആയിട്ട് ഇതിൽ കാണപ്പെടാറുണ്ട്. കുലകളായിട്ടാണ് ഇതുണ്ടാവുന്നത്. അപ്പം ചെടിക്ക് വെളുത്ത നിറത്തിലുള്ള കറയുണ്ടാവാറുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും പൂക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഇലയിലും തൊലിയിലും വേരിലുമൊക്കെയാണ് കൂടുതലായിട്ട് വിഷാംശം അടങ്ങിയിട്ടുള്ളത്. വിഷമുള്ളതാണ് എങ്കിലും ഒരു കാരണവശാലും ഉള്ളിലേക്ക് കഴിക്കുന്നതിനായിട്ട് പറയുന്നില്ല എങ്കിലും ആയുർവേദത്തിൽ ഇത് വ്രണങ്ങളിലും കുഷ്ഠരോഗത്തിന് ഒക്കെ ആയിട്ട് പുറമേ പുരട്ടുന്നതിന് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. നിയന്ത്രിത മാത്രയിൽ ഹൃദയപേശികളുടെ സങ്കോച വികാസക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സഹായിക്കും. പക്ഷേ ഒരല്പം അളവ് കൂടിക്കഴിഞ്ഞാൽ ഇത് നേരെ വിപരീത ഫലമായിരിക്കും നമുക്ക് നൽകുന്നത്. ഈ അരളിയിലെ വിഷാംശം ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്താൻ പാടില്ല. അതൊരു ചെറിയ അളവിൽ പോലും നമ്മുടെ രക്തത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അളവ് കൂടിയാൽ അത് മരണം വരെയും സംഭവിക്കാം. രക്തത്തിൽ 1 മില്ലി ലിറ്ററിൽ 1 മുതൽ 2 വരെ നാനോഗ്രാം അരളിയിലയിൽ നിന്നുള്ള ഒലിയാൻഡ്രിൻ എത്തിയാൽ വിഷബാധ ഉണ്ടാകുമെന്നാണ് പഠനം വെളിപ്പെടുത്തുന്നത്. ഈ വിഷാംശം, അതായത് ഇതിൻ്റെ കറയോ അല്ലെങ്കിൽ ഇലയുടെ ഭാഗങ്ങളോ പൂവിൻ്റെ ഭാഗങ്ങളോ തണ്ടിൻ്റെ ഭാഗങ്ങളോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പേശികൾ കോച്ചി വലിക്കും. നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റി നമുക്ക് മരണം വരെ സംഭവിക്കാം. ഛർദി, വയറിളക്കം, അമിതമായിട്ടുള്ള ഉമിനീർ ഉൽപ്പാദനം, ഇതൊക്കെ ഈ വിഷബാധ ലക്ഷണങ്ങളാണ്. നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല, വളർത്തു മൃഗങ്ങളാണെങ്കിൽ പോലും ഇതിൻ്റെ ഇലയോ പൂവോ ഒക്കെ കഴിക്കുന്നത് മരണത്തിനിടയാക്കും. ഇത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തുന്നില്ല എങ്കിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ കൊച്ചുകുട്ടികളൊക്കെയുള്ള വീടുകളിലോ അല്ലെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ഇല കഴിക്കാൻ സാധ്യതയുള്ള വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അവരിൽ നിന്നും ഒരല്പം അകറ്റി മാത്രം ഇത് വളർത്താനായിട്ട് ശ്രമിക്കണം. ഈ അരളിപ്പൂക്കൾ നമുക്ക് ഹാനികരമാവുന്നത് ഇതിൽ നിന്നുള്ള വിഷാംശം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ്. അതായത് നമുക്ക് അതിൻ്റെ ഒരു പൂവോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇലയോ നമ്മുടെ ഉള്ളിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്കത് വിഷമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പൂവ് നമ്മൾ തലയിൽ ചൂടിയെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് മാല കെട്ടി അമ്പലത്തിലൊക്കെ കൊടുത്തെന്ന് പറഞ്ഞിട്ടോ ഒന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല. ഇപ്പം
നീത്യത്തിലൊക്കെ നമുക്കത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ നമ്മളവിടെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂന്തോട്ടത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ തരുന്നൊരു ചെടിയാണ് അരളി. ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെയുള്ള വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവരിത് എടുക്കുകയോ അല്ലെങ്കിൽ കഴിക്കുകയോ ഒന്നും ചെയ്യുക. കൊച്ചു കുട്ടികളല്ല, മുതിർന്നവരാണെങ്കിൽ തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി.